അപ്പൊ നമുക്ക് നോക്കാല്ലേ? അടി ഒരിഞ്ഞടി എവിടെ? ഇവിടെ. ബികോമിന് തോറ്റ SFI നേതാവ് എങ്ങനെയാണ് എംകോമിന് ചേർന്നതെന്ന് ചോദിക്കില്ലേ ആരും അവിടെ? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ബികോം തോറ്റ ഒരു വിദ്യാർത്ഥിക്ക് സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ. അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് ആ കോളേജ് എംകോമിന് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളരിക്ക പട്ടണമാണോ? ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാൽ അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. അസന്നിഗ്ധമായി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കലിംഗ സർവകലാശാലയിൽ മുഴുവൻ പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്. എവിടുന്ന് ബോധ്യപ്പെട്ടു? വീണ്ടും തോൽവി. അദ്ദേഹത്തിന്റെ സെമിസ്റ്റർ മാർക്ക് ലിസ്റ്റുകൾ, നീ ഒന്ന് ശരിക്ക് തള്ളേ. അദ്ദേഹം പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിലയുണ്ടായി. കൊറേ തരും. ഇന്നാൾ ഒരുത്തം വന്ന് ഇതിനേക്കാൾ വലിയ വേലകൾ കാണിച്ചിട്ട് പോയതാ ആശാനെ. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. സർട്ടിഫിക്കറ്റിലുള്ള കോഴ്സിന്റെ പേര് പോലും തെറ്റാണ്. എന്താ രസം. മര്യാദക്ക് കോഴ്സിന്റെ പേരെങ്കിലും ശരിയാക്കി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ല്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.